ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ലോക്സഭയിലെ ചർച്ച തുടരുകയാണ്. പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവാണ് ഇന്ന് ചർച്ചകൾക്ക് തുടക്കമിട്ടത്. ചർച്ചയിൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും സംസാരിക്കും. അതേസമയം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ തിങ്കളാഴ്ച ലോക്സഭയിൽ അവതരിപ്പിക്കും. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ബൽറാം, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് തിങ്കളാഴ്ച വരികയാണ് സഭയിൽ. പ്രതിപക്ഷം കടുത്ത എതിർപ്പ് വിയോജിപ്പ് ഈ വിഷയത്തിൽ അറിയിച്ചിട്ടുണ്ട്. ഭരണഘടനാ ചർച്ചയിലും ഇത് നിഴലിക്കാൻ സാധ്യതയുണ്ടോ? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? വിജയകുമാർ, BJPയുടെ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനമായിരുന്നു ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്. അതിനായി മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള സമിതിയുടെ ശുപാർശ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതിന് തൊട്ടു പിന്നാലെ കഴിഞ്ഞ ബുധനാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ഈ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബില്ലിനും അംഗീകാരം നൽകിയിരിക്കുന്നത്. ഇതനുസരിച്ച് 2 ബില്ലുകളാണ് തിങ്കളാഴ്ച ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള 129 ഭേദഗതി ബില്ലും ഒപ്പം തന്നെ നിയമസഭയുള്ള നിലവിലുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കായി മറ്റൊരു ബില്ലും എന്നിവയാണ് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ അവതരിപ്പിക്കുക. ഈ ബില്ലിനെതിരെ കടുത്ത എതിർപ്പ് പ്രതിപക്ഷം ഇതിനകം തന്നെ ഉയർത്തിയിട്ടുണ്ട്. ഫെഡറലിസത്തിനെതിരാണ് ബില്ല് എന്നും ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണ് എന്നും നിലപാട് അറിയിച്ചിരിക്കുന്നു. ഇത് പാർലമെന്റിൽ എത്തുമ്പോഴും എതിർക്കുമെന്ന് ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ ഒരു സമവായത്തിന് തയ്യാറാണ് സർക്കാർ എന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. JPCക്ക് വിടാനുള്ള ആവശ്യം ഉയർന്നാൽ ഉടൻ തന്നെ JPCക്ക് വിടുക, സമവായത്തിലെത്തിയ ശേഷം നടപ്പാക്കുക എന്നുള്ളതാണ് സർക്കാരിന് ഈ വിഷയത്തിലുള്ള നിലപാട്. പ്രത്യേകിച്ചും ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട 50% സംസ്ഥാനങ്ങളുടെ അനുമതി കൂടി ആവശ്യമാണ് എന്നുള്ളത് കേന്ദ്ര സർക്കാരിന് മുന്നിലുള്ള ഒരു വെല്ലുവിളിയാണ്. അതുകൊണ്ട് തന്നെ പരമാവധി സമവായത്തിന് സർക്കാർ വഴങ്ങും ഈ വിഷയത്തിലെന്ന് ഉറപ്പാണ്. ഇതെല്ലാം തന്നെ ഈ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഇന്ന് ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവാണ്. 1 മണിക്കൂറോളം നീണ്ടുനിന്ന ചർച്ചകളിൽ അംബേദ്കറിന്റെ ഉദ്ധരണികൾ ഉപയോഗിച്ച് കോൺഗ്രസിനെ ആക്രമിക്കാനാണ് കിരൺ റിജിജു ശ്രമിച്ചത്. ഇന്ന് അല്പസമയത്തിനകം തന്നെ രാഹുൽ ഗാന്ധി സംസാരിക്കും. ചർച്ചകൾക്ക് ഏറ്റവും അവസാനം മറുപടി പറയുക പ്രധാനമന്ത്രിയാകും. യെസ്, വളരെ പ്രധാനപ്പെട്ട നടപടികൾ പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവിൻ്റെ മറുപടികൾ ഇന്നുണ്ടാകും. ഒപ്പം തിങ്കളാഴ്ച ലോക്സഭയിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് വരികയാണ്. അപ്പോൾ അതിന്മേലും പ്രതിപക്ഷത്തിന് വലിയ വിയോജിപ്പുണ്ട്. ആ വിഷയത്തിൽ തിങ്കളാഴ്ച എന്തായിരിക്കും സർക്കാരിൻ്റെ നീക്കങ്ങൾ, പ്രതിപക്ഷം എങ്ങനെയായിരിക്കും അതിനെ പ്രതിരോധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ അപ്പോൾ സംഭവബഹുലമാകാൻ പോവുകയാണ് ലോക്സഭ രാജ്യസഭാ നടപടികൾ അടുത്ത ദിവസങ്ങളിൽ.